പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇത് പെരിന്തൽമണ്ണ സിവിൽ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് മൂസാക്കുട്ടി ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന റോഡാണ്. മൂസാക്കുട്ടി ബസ് സ്റ്റാൻഡിലേക്ക്, പെരിന്തൽമണ്ണയിലെ പുതിയ ബസ് സ്റ്റാൻഡാണ്. ഇവിടുന്ന് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇപ്പം ഞാൻ പോകുന്നത് വേറെ ഒരു കാര്യം കാണിക്കാനാണ്. ഒരു ടീ സ്റ്റാള്. പെരിന്തൽമണ്ണയിൽ പശുവിൻ പാലിൻ്റെ ചായ കിട്ടുന്നുണ്ടെങ്കിൽ ഇതുണ്ടോ, ഇതാണ് ഈ മണ്ണാർമല ടീ സ്റ്റാള്. ഇവിടുത്തെ മുതലാളിയാണ് നിന്ന് ഈ ചായ അടിക്കുന്നത്. ദിവസേന 15,000 രൂപയ്ക്ക് മേളിൽ കച്ചവടമുള്ള സ്ഥാപനമാണിത്. എന്താ ഇവിടുത്തെ വൃത്തി എന്നറിയോ? അതിലുപരി നല്ല പെരുമാറ്റം. എണ്ണക്കടികളും ചായയും കടികളും ഒക്കെ മാത്രമേ ഇവിടെ ഉള്ളൂ. ഭയങ്കര ഡീസൻ്റ് പെരുമാറ്റമാണ് ഇവിടെ. ഇവിടെ എപ്പോൾ നോക്കിയാലും ഫുള്ളായിട്ട് എണ്ണക്കടികളാണ്. ഇത് കാണുന്നുണ്ടല്ലോ, ഇതെല്ലാം എണ്ണക്കടികളാണ് ഇവിടെ. ഇതിനകം ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ, അത് കാണിച്ചു തരാം. ഇതെല്ലാം ഈ മണ്ണാർമല ടീ സ്റ്റാളിൽ പെട്ടതാണ്. അതായത് അത് ആ നിൽക്കുന്ന ആളാണ് ഇവിടുത്തെ പണ്ടാരി. ഉണ്ണിച്ചേട്ടൻ എന്ന് പറയും. അദ്ദേഹം രാവിലെ 6 മണിയാകുമ്പോൾ ഈ എണ്ണക്കടി പാത്രത്തിലോട്ട് കടികളിട്ട് തുടങ്ങുന്നതാണ്. ഇതുപോലത്തെ മസാല ബോണ്ടയ്ക്കുള്ള പരിപാടിയാണ്. വൃത്തിയാണ് ഇവിടുത്തെ ഏറ്റവും മെയിൻ. ഏറ്റവും കൂടുതൽ വൃത്തിയാണ്. ആര് വന്നാലും ഒരിക്കൽ വന്ന് ചായ കുടിച്ച ആൾക്കാർ ഇവിടെ വിട്ട് പോകില്ല, പെരിന്തൽമണ്ണയിൽ വന്നാലും. അതിലുപരി ഞാനൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചായയും കടിയൊക്കെ കഴിച്ചിട്ടേ പോവുള്ളൂ. ഇത് കടയുടെ ഉൾവശമാണ് കണ്ടോ. എല്ലാ പണിക്കാരും നല്ല വൃത്തിയാണ്. ഇതൊരു സൊസൈറ്റിയുടെ കീഴിലുള്ള സ്ഥാപനമാണ്. അവരെടുത്ത് നടത്തുന്നതാണ് ഇത്. ഇതാണ് അന്നേരം ആവശ്യത്തിന് മാത്രമേ എണ്ണ പൊട്ടിച്ചെടുക്കുകയുള്ളൂ. അന്നന്ന പലഹാരങ്ങൾ കഴിയുമ്പോഴത്തേനും ബാലൻസ് വരുന്ന എണ്ണ സോപ്പ് കമ്പനിക്ക് അവർ എടുക്കും. ഇത് വൃത്തികളാണ് ഏറ്റവും വലുത്. ഇതൊക്കെ ഇദ്ദേഹമൊക്കെ നല്ല പണിക്കാരനാണ് ഇതൊക്കെ ഇവിടുത്തെ സ്ഥിരം കസ്റ്റമേഴ്സാണ്. ചായയും എണ്ണക്കടിയൊക്കെ കഴിക്കാനായിട്ട് വരുന്നവരാണ്. അതുപോലെ ഇതുണ്ടോ, വൃത്തിയാണ് ഏറ്റവും മെയിൻ. വീണ്ടും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഭയങ്കര വൃത്തിയാണ്. ഇതാണ് മുതലാളി. ഇദ്ദേഹത്തിൻ്റെ പേര് ഷിബു എന്ന് പറയും. ഇദ്ദേഹമൊക്കെ ഇവിടുത്തെ പണിക്കാരനാണ്. അപ്പം മനസ്സിലായില്ലേ, പെരിന്തൽമണ്ണ സിവിൽ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിന്ന് മൂസാക്കുട്ടി ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴിക്കുള്ള കടയാണ് കേട്ടോ. ഇവരൊക്കെ ഇവിടുത്തെ പണിക്കാർ കുട്ടികളാണ്. കണ്ടില്ലേ എന്ത് വൃത്തിയാണെന്നറിയോ? അത് ശുദ്ധമായ പശുവിൻ